നമ്മൾ വീട്ടിലേക്ക് വയ്ക്കാനായിട്ട് ഒരു നല്ല ഒരു 5 പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പ്ലാന്റ് പ്ലാവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക സെലക്ട് ചെയ്യാം. ചക്ക വിയറ്റ്നാം സൂപ്പറിൽ ചക്ക ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന രീതിയിലുള്ള ചക്ക നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പൊ അവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അബിയു നല്ലൊരു പ്ലാന്റ് ആണ്, ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഏകദേശം 1.5-2 കൊല്ലത്തിനുള്ളിൽ കായ്ക്കും. കരിക്കിനോട് സാമ്യപ്പെട്ട ഒരു ടേസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഭയങ്കര മധുരമൊന്നുമല്ല, എന്നാൽ ഒരു മീഡിയം ലെവൽ മധുരവും കരിക്കിനോട് സാമ്യപ്പെട്ട ഒരു ടേസ്റ്റും ആണ്. അബിയു വീട്ടിൽ വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ടാണ്, രണ്ടാമത്തെ ഒരു ഫ്രൂട്ട്. അപ്പൊ ഈ കാണുന്ന മൂന്നാമത്തെ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ റംബുട്ടാനാണ്. ഇതും നല്ലൊരു അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ്. മാർക്കറ്റിലൊക്കെ ഇപ്പൊ ഭയങ്കര ലഭ്യമായിട്ടുള്ള സാധനമാണ്, എല്ലാവർക്കും എന്താണ് സുപരിചിതമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷെ എന്നാലും വീട്ടിൽ വയ്ക്കാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റംബുട്ടാൻ അത് മസ്റ്റ് ആണ്. നല്ല ഒരു ടേസ്റ്റി സാധനം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, റംബുട്ടാൻ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സെലക്ട് ചെയ്യുക N80 ആണ്. N80 എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ കായ്ക്കും, മറ്റ് എല്ലാത്തിനേക്കാളും കൂടുതൽ കായ്ഫലം കിട്ടും. നാലാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് മിൽക്ക് ഫ്രൂട്ട് ആണ്. മിൽക്ക് ഫ്രൂട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ഫ്ലഷ് ഉള്ള നല്ല രസമുള്ള ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല എന്നും പറയുന്നവരുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും ഇഷ്ടപ്പെടുന്നവരാണ് മിൽക്ക് ഫ്രൂട്ടിനെ. മിൽക്ക് ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പെർപ്പിള്, അതുപോലെ തന്നെ മിനി പെർപ്പിള്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഗ്രീന് അത്ര ടേസ്റ്റ് പോരാ. പെർപ്പിള്, മിനി പെർപ്പിളൊക്കെ നല്ല ടേസ്റ്റി സാധനമാണ്. ഹൈ റേഞ്ചിലുള്ള നല്ല ടേസ്റ്റി സാധനങ്ങൾ. അഞ്ചാമതായിട്ട് പറയാനുള്ള നാംഡോക്മായി മാവ്. നല്ല ടേസ്റ്റി മാവാണ്. മാവില് നല്ലൊരു വെറൈറ്റി ആണ്. വായിലിട്ട് പഴുത്ത് കഴിഞ്ഞ വായിലിട്ട് അലിച്ചിറക്കാവുന്ന നല്ല അത്രയും മധുരത്തോടു കൂടിയുള്ള നല്ല രസമുള്ള മാവ് നാംഡോക്മായി, അതും ടോപ്പ് മാവാണ്. നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റിയ ഒരു 10 ഐറ്റം മാവ്, ഏകദേശം നല്ല ഒരു ഐറ്റം 10 മാവുകളാണ്. ഒന്ന് ഞാൻ സജക്ട് ചെയ്യാം, ഏറ്റവും നല്ലൊരു കേറ്റിമൂൺ എന്ന് പറയുന്ന ഇനാണ്. കേറ്റിമൂൺ മാവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും, ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും. ആവറേജ് നമ്മൾ തൈലൻഡ് ഓൾസസിന്റെ ഒക്കെ മോഡൽ ഒരു ഫുള്ളൻ രീതിയിൽപ്പെട്ട ഒരു മാവാണ് കേറ്റിമൂൺ മാവ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു മാവ് എന്ന് പറയുന്നത് നമ്മുടെ കച്ചാമിട്ട മാവാണ്. കച്ചാമിട്ട മാവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് പച്ചയിൽ മധുരാണ്. കഴിക്കുമ്പോൾ തന്നെ ചെറിയ കായ കഴിക്കുമ്പോൾ തന്നെ പച്ചയിൽ മധുരാണ്. 1.5 കൊല്ലം കൊണ്ട് തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും. നല്ല ക്വാളിറ്റിയിൽ കായ്ക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനെല്ലാം വി ഗ്രാഫ്റ്റ് ആണ് ഐറ്റംസുകൾ വരിക. പിന്നെ മൂന്നാമത്തെ ഐറ്റം നമുക്ക് മിയാസാക്കി ആണ്. വല്ലാണ്ട് എല്ലായിടത്തും കായ്ച്ചിട്ടില്ല, എന്നിരുന്നാലും ഞാൻ മാങ്ങ കഴിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ആണ്. അതിനെപ്പറ്റി എനിക്ക് എന്താ പറയാ, ഞാൻ സജക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും മിയാസാക്കി ചെയ്യും, കാരണം ഒരു പുതിയ ഒരു ഐറ്റം എന്ന നിലയ്ക്ക്. പിന്നെ അടുത്ത മാവ് എന്ന് പറയുന്നത് നമുക്ക് റെഡ് ബനാന മാവാണ്. റെഡ് ബനാന മാവ്, ഈ മാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നീണ്ട മാങ്ങയാണ്, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാവുന്ന നല്ല രസമുള്ള ഒരു മാവ് ഐറ്റമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് R2E2 മാവിനെ കുറിച്ചാണ്. R2E2 മാവ് എന്ന് പറയുന്നതും നല്ലൊരു രീതിയിലുള്ള ഒരു മാവാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ചൗസ മാങ്കോയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മാങ്ങയാണ്. പ്രത്യേകിച്ച് കൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ ചൗസ മാങ്ങയെ പറ്റി പ്രത്യേകം ഒരു എന്താണ് ഒരു ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ്. ഈ കൽക്കത്ത ഏരിയയിലൊക്കെ ഈ ചൗസ മാങ്കോയെ പറ്റി ഒരു ഡിമാൻഡ്. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് റെഡ് ഐവറി എന്ന് പറയുന്ന ഒരു ഐറ്റം മാവാണ്. റെഡ് ഐവറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു മാങ്ങയാണ് റെഡ് ഐവറി എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാങ്ങ തന്നെയാണ് റെഡ് ഐവറി. ഈ കാണുന്നത് അമേരിക്ക റെഡ് വൾമർ ആണ്. നമുക്ക് നല്ലൊരു സെറ്റപ്പ് മാങ്ങ തന്നെയാണ് ഇതും. ഇത് അമേരിക്ക റെഡ് വൾമർ നല്ല രീതിയിലുള്ള കായ്ഫലവും കാര്യങ്ങളൊക്കെ ഇവിടെ കായ്ച്ച് ആൾക്കാർ കഴിച്ച് ഇതൊക്കെ പറഞ്ഞതാണ്. ഞാൻ നേരിട്ട് ഈ ഇത് അമേരിക്ക റെഡ് വൾമർ കഴിച്ചില്ല, പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആണെന്നാണ് ഒരു വിവരം. ഈ കാണുന്നത് നമ്മളെ 4kg മാവാണ്. 4kg മാവും കുറച്ച് വലുപ്പം കൂടുതലാണ്. ടേസ്റ്റ് തരക്കേടില്ലാത്ത ടേസ്റ്റ് എന്ന് പറയാം. പക്ഷെ വീട്ടിൽ വയ്ക്കാനായിട്ട് ഡ്രമ്മിലും കാര്യങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കാൻ വലിയ പ്രയാസമാണ്. നിലത്ത് തന്നെ വയ്ക്കണം. നിലത്ത് വെച്ച് കായ്ച്ചു കഴിഞ്ഞാൽ നല്ല കാഴ്ചയ്ക്കും സംഭവം ഒരു മാങ്ങ ചക്കേന്റെ വലുപ്പം ഉണ്ടാവും ഏകദേശം. അപ്പൊ അത് കാണാനായിട്ട് ഭംഗി വേറെ തന്നെയാണ്.
അങ്ങനെ 10ാമതായി എനിക്ക് പറയാനുള്ളത് നാംഡോക് മായി ആണ്. നല്ല അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഒന്നാം തരം മാങ്ങ, നല്ല വായിലിട്ട് അങ്ങോട്ട് അലിഞ്ഞിറങ്ങി പോകുന്ന ഐറ്റം ടേസ്റ്റ് ഉള്ള സാധനമാണ് നാംഡോക് മായി. ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് കായ്ക്കാം, ചിലപ്പോൾ 2 കൊല്ലം കൊണ്ട് കായ്ക്കാം. സാധാരണ നിലയിൽ 3 കൊല്ലാണ് എല്ലാവരും പറയാറ്. പക്ഷെ 6 മാസം കൊണ്ട് വരെ കായ്ച്ച മാവുകളും അവൈലബിൾ ആണ്. അത്രയും അതായത് ഈ ടൈം ഇതിനങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയാത്തൊരു ഐറ്റം മാവാണ്. പെട്ടെന്ന് നമുക്ക് എന്താവും, ഫ്രൂട്ട് ചിലത് 3 കൊല്ലവും എടുക്കുന്നുണ്ട്. പക്ഷെ അടിപൊളി മാങ്ങ, ഒന്നും പറയാനില്ല. ടോപ്പ് ടോപ്പ്.